കനലും കലഹവും അർജന്റീനക്കാരുടെ കടവുളിന്റെ കണ്ണീരും കണ്ട 120 മിനിറ്റ്. കൊളംബിയൻ കുളമ്പുകൾക്കിടയിൽപ്പെട്ട് ഇടറി വീണ മെസ്സിയും മാലാഖയും. തലനാരിഴക്ക് വഴിമാറിപ്പോയ അനേകം അവസരങ്ങൾ. വേച്ചുവേച്ചൊടുക്കം വീണുപോയ ലയണൽ മെസ്സിയെ സ്കലോണി തിരിച്ചു വിളിക്കുമ്പോൾ 64 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. പേരിടാനറിയാത്തൊരു വേദനയാൽ ബെഞ്ചിലിരുന്ന് വിതുമ്പിക്കരഞ്ഞ മെസ്സി. കപ്പിത്താൻ നഷ്ടപ്പെട്ട നീലപ്പടയുടെ മധ്യനിരയെ പൊളിച്ചുവാർത്ത് 97-ാം മിനിറ്റിൽ സ്കലോണിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. ലൗതാരോ മാർട്ടിനസും ലോസെൽസോയും പരഡസും ഒരുമിച്ചു കളത്തിലേക്ക്. 112-ാം മിനിറ്റിൽ ലിയോയുടെ മുഖം തെളിഞ്ഞു. ലോസെൽസോയുടെ പാസിൽ നിന്നും ലൗതാരോയുടെ വെടിച്ചില്ല. 8 മിനിറ്റിനകം അന്തിമ കാഹളം. പട്ടും പകിട്ടും അലങ്കാരങ്ങളും ആഡഭാരങ്ങളും ആർക്കു മുന്നിലും അടിയറ വയ്ക്കാനില്ലെന്ന ആൽബി സെലസ്റ്റിയൻ പ്രഖ്യാപനം. തെക്കേ അമേരിക്കയുടെ രാജപട്ടം കാൽക്കീഴിൽ വെച്ച് ഡിമരിയ എന്ന മാലാഖയ്ക്കുള്ള യാത്രയയപ്പ്. പൂക്കാൻ മടിച്ച വസന്തമൊടുക്കം അസ്തമിക്കാൻ മറന്ന അതിശയം. ഓടിത്തോറ്റ ലോകത്തെ ഇടങ്കാലിൽ കുരുത്ത് ഇടനെഞ്ചിൽ കുടിയിരുത്തിയവന്റെ അലമാരയിൽ കിരീടമെണ്ണം 45. കോപ്പ വിട്ടുകൊടുക്കാൻ ഇഷ്ടപ്പെടാത്തവർ ലോക കിരീടവും കാത്തുസൂക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ പുതിയ കിനാക്കൾ മെയ്യുന്ന ആരാധകരെയും ബാക്കിയാക്കി. കോപ്പ അമേരിക്കയ്ക്ക് ശുഭപര്യവസാനം.